നമസ്കാരം. ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മലയാളം ബിഗ് ബോസിൽ കപ്പടിച്ചിട്ടുള്ള ആൾക്കാരുടെ റാങ്കിങ് ആണ് ഉദ്ദേശിക്കുന്നത്. കപ്പടിക്കാത്ത പ്രയത്സരായിട്ടുള്ള ആൾക്കാരുടെ പേരും ഇവിടെ പരാമർശിക്കും, അത് ലാസ്റ്റ് പരാമർശിക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ റാങ്കിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അഖിൽ മാരാർക്കാണ്. ഒന്നാമത്തെ റാങ്കിങ്. ഞാൻ പുറത്തെ കാര്യമല്ല പറഞ്ഞത്. അഖിൽ മാരാർ ഇപ്പോൾ കോമാളി പീസായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന ബിഗ് ബോസിനകത്തുള്ള 100 ദിവസത്തെ കാര്യങ്ങളാണ്. അവിടെ ബിഗ് ബോസിൽ ബുദ്ധി കൊണ്ട് കളിച്ചതും ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് കൊടുത്തതും തീർച്ചയായിട്ടും അഖിൽ മാരാറാണ്. അഖിൽ മാരാറിന്റെ സീസണിൽ കൊള്ളാവുന്ന ആരും അതിനകത്തില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം. എങ്കിലും തീർച്ചയായിട്ടും അവിടെ ഒന്നാം റാങ്ക് അഖിൽ മാരാർക്ക് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. മാരാറ് ജെന്യൂനായിട്ട് വന്നു. കുറച്ച് അഗ്രസീവ്നെസ്സും കുറച്ച് സദാചാര അമ്മാവൻ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല. ബിഗ് ബോസിനെ സംബന്ധിച്ച് അവിടെ ഗെയിം എങ്ങനെയാണ് അത്രേ ഉള്ളൂ. അവിടെ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിൽ എടുത്താലും മാരാറാണ് ഒന്നാം സ്ഥാനത്ത്. ഞാൻ രണ്ടാം സ്ഥാനത്ത് കൊടുക്കുന്നത് സാബുമോനാണ്. സാബുമോൻ നല്ല സ്ത്രീ വിരോധം, സദാചാര അമ്മാവന്റെ മേൽമടി, നല്ല അഗ്രസീവ്നെസ്. സാബുമോന്റെ അന്നത്തെ അഗ്രസീവ്, ദേഷ്യവും സ്ത്രീവിരോധം, ആ സാധനങ്ങളൊക്കെ ഇന്ന് കോമഡിയാണ്. പക്ഷെ അന്ന് മാസമായിരുന്നു. നമ്മളിപ്പോൾ അന്നത്തെ കാര്യമല്ലേ നോക്കാൻ പറ്റും. ആ സമയത്ത് 7 വർഷം മുന്നേ അത് മാസമായിരുന്നു. സാബുമോൻ തീർച്ചയായിട്ടും അവിടെ പേളി, മാണി, രഞ്ജിനി, ഹരിദാസ്, അവിടെ ഒരുപാട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഗെയിമേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് തീർച്ചയായിട്ടും സാബുമോനാണ് റാങ്ക് 2ന്റെ യോഗ്യത എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. മൂന്നാം സ്ഥാനം തീർച്ചയായിട്ടും ജിൻഡോയ്ക്കാണ്. പലരും പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് യാതൊരു കഴിവില്ലാത്ത ആളാണ്. യാതൊരു കഴിവില്ലാത്ത ആളാണെങ്കിൽ ജിൻഡോ എങ്ങനെയാണ് കപ്പടിച്ചത്? ജിൻഡോ അവിടെ 100 ദിവസം എന്റർടൈൻമെന്റ് കൊടുത്തു, അവിടെ കണ്ടന്റ് കൊടുത്തു. അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത്, ആ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തത് ജാസ്മിൻ ജാഫറാണെന്ന് പലരും പറയുന്നുണ്ട്. ശരിയാണ്, ജാസ്മിൻ ജാഫറാണ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ കൊടുത്തതെങ്കിലും ആ ജാസ്മിൻ ജാഫറിന് ഒരു ഹേറ്റ് ആയിരുന്നു. അവിടെ ആ ഒരു ജാസ്മിൻ ജാഫറിനെതിരെ വേറെ മറ്റൊരാളെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ജിൻഡോയ്ക്ക് വോട്ട് കൊടുത്തതെന്നുള്ളൊരു അപവാദമുണ്ട്. തീർച്ചയായിട്ടും ജാസ്മിൻ ജാഫറിനെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവരും ജിൻഡോയുടെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. ജിൻഡോ അവിടെ കണ്ടന്റ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ജിൻഡോയ്ക്ക് ഗെയിം അറിയത്തില്ലെങ്കിൽ ജിൻഡോയുടെ പേര് പറയേണ്ട കാര്യമില്ല. അവിടെ തീർച്ചയായിട്ടും അഭിഷേക് ശ്രീകുമാർ, അർജുൻ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല 20 പേരുണ്ടല്ലോ. ജാസ്മിൻ ജാഫറിനോട് എല്ലാവർക്കും ദേഷ്യമുണ്ടെങ്കിൽ ബാക്കി 20 പേരിൽ ആരെ വേണമെങ്കിലും അവിടെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കാമായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഒരു പാവത്താനെ പോലെ വന്ന് ഒരു മണ്ടനെ പോലെ അഭിനയിച്ച് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റി അതായത് ഗെയിമായിരുന്നു. തീർച്ചയായിട്ടും അത് ഒരു ഗെയിം ഷോയെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ബുദ്ധിയൊന്നും വേണമെന്നില്ല. നമ്മളിപ്പോൾ ISROയിൽ ഒരു സയന്റിസ്റ്റ് വന്നിട്ട് ബിഗ് ബോസിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ ജയിക്കത്തില്ല. കാരണം ആ മത്സരം കാണുന്ന, ബിഗ് ബോസ് കാണുന്ന സ്ത്രീ വിഭാഗം പ്രേക്ഷകർ, അമ്മമാര്, അല്ലെ അവരുടെ ഒരു ശരാശരി ഐക്യം ഉണ്ട്. ആ ഒരു തലത്തിൽ നിന്ന് മാത്രം കളിച്ചാൽ മതി. അല്ലാതെ ഭയങ്കര ഇന്റലക്ച്വലായിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഗെയിം അല്ല. ഓരോ ഗെയിമിനും ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പൊ ഈ ഗെയിമിന് ജനങ്ങളെ കയ്യിലെടുക്കുക, ജനങ്ങളുടെ ഇമോഷൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. നല്ല ശുദ്ധമായ കള്ളൻ, നല്ലൊരു കള്ളൻ. ബിഗ് ബോസ് ഗെയിം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി ജനങ്ങളെ പിടിച്ച് ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നല്ല ശുദ്ധ കള്ളന്മാർ തന്നെയാണ് നല്ല ശുദ്ധ ബിഗ് ബോസ് മെറ്റീരിയൽ എന്നാണ് ഞാൻ പറയത്തുള്ളൂ. നല്ല കള്ളന്മാരാണ് ഈ പറഞ്ഞ അഖിൽമാരായാലും സാബുമോനായാലും ഈ പറഞ്ഞ ജിൻഡോ ആയാലും ഇവരൊക്കെ നല്ല കള്ളന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് നമ്മൾ പറയുന്നത്. ഞാൻ 4ാമത്തെ റാങ്ക് കൊടുക്കുന്നത് തീർച്ചയായിട്ടും അനുമോൾക്കാണ്. ആ സീസണിൽ ഏറ്റവും നല്ല ഗെയിം കളിച്ചത് തീർച്ചയായിട്ടും അനീഷായിരുന്നു. പക്ഷെ അനീഷിന്റെ ഗെയിം അവസാന ഒരു 4 ദിവസം പാളിപ്പോയി. ആ ഒരു അവസരം നോക്കിയാണ് തീർച്ചയായിട്ടും അനുമോൾ കപ്പടിച്ചത്. അനുമോൾ ഗെയിം കളിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. അനുമോളാണ് ആ സീസണിൽ ഏറ്റവും മികച്ച 2ാമത്തെ ഗെയിം. തീർച്ചയായിട്ടും എല്ലാവരെയും അവളുടെ എതിരാക്കുകയും എല്ലാവരെയും വെറുപ്പിക്കുകയും പിന്നെ തീർച്ചയായിട്ടും സ്ത്രീ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കരച്ചില്, അങ്ങനെയുള്ള പാവ വെച്ചുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് അവൾ വന്നത്. തീർച്ചയായിട്ടും ആ സീസണിൽ ഏറ്റവും മികച്ച ഗെയിമർ അനീഷാണെന്ന് പറയും. അനീഷ് വന്നത് എല്ലാവരും വെറുപ്പിച്ചുകൊണ്ടായിരുന്നു. ഭയങ്കരമായ വെറുപ്പീരായിരുന്നു. അത് അനീഷിന്റെ ഗെയിമാണ്. അത്രയും വെറുപ്പീര് വന്നിട്ട് ഇയാൾ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാണ്ടിരിക്കും. അപ്പം ബാക്കിയുള്ളവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം അനീഷിനോടുണ്ടാവും. ആ സമയത്ത് അവർ അനീഷിനെതിരെ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തും. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അത് അനീഷിന് മനസ്സിലായി. ഇതെല്ലാം ജനങ്ങൾ കണ്ടിട്ട് അതാണ് അനീഷിന്റെ ഗെയിം. അതിനുശേഷം അനീഷ് പതുക്കെ ഒരു നല്ല മനുഷ്യനിലോട്ട് മാറുക എന്നുള്ളതാണ്. ഒരു ഉഗ്രം ഗെയിമായിരുന്നു. നല്ല ഒന്നാന്തരം കള്ളനാണ് അനീഷ്. നല്ല കള്ളന്മാരാണ് നല്ല ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ആ ഗെയിം പാളിപ്പോയത് അവസാന നിമിഷങ്ങളിൽ അനുമോൾക്കെതിരെ കുറെ ആൾക്കാർ വന്ന് ഭയങ്കരമായിട്ടുള്ള വിദ്വേഷ പ്രചരണങ്ങളെല്ലാം കൂടെ നടത്തിയപ്പോൾ ഈ സെന്റിമെന്റ്സ് മൊത്തം കൂടെ അനുമോൾക്ക് കിട്ടിയും സ്ത്രീ പ്രേക്ഷകരുടെ ഇടയിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കരമായ രീതിയിൽ അനുമോൾക്ക് കിട്ടി. അല്ലെങ്കിൽ അനീഷ് അവിടെ ഇടപെട്ടിരുന്നെങ്കിൽ, തീർച്ചയായിട്ടും അനുമോളുടെ സപ്പോർട്ട് നിന്നുകൊണ്ട് അനീഷ് അവിടെ സംസാരിച്ചിരുന്നെങ്കിൽ അനീഷിന് ചിലപ്പം പല ഇരട്ടപ്പേരുകളും വീണെങ്കിലും തീർച്ചയായിട്ടും അനീഷിന്റെ വോട്ട് പോകത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും അവിടെ അനുമോൾ ജയിച്ചത് സഹതാപ തരംഗത്തിൽ മാത്രമാണ്. അനീഷിനോട് പക്ഷേ പ്രത്യേകിച്ച് ആർക്കും ദേഷ്യമൊന്നുമില്ല. പക്ഷേ അവസാന 4 ദിവസം അനീഷ് ഒരു അക്ഷരം മിണ്ടിയില്ല. അത് അനീഷിന്റെ വലിയൊരു പാളിച്ചയായിട്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഞാൻ 5ാമത്തെ റാങ്കിങ് കൊടുക്കുന്നത് ദിൽഷയ്ക്കാണ്. തീർച്ചയായിട്ടും സീസൺ 4ൽ ദിൽഷയ്ക്ക് അപ്പുറം അവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം. ഈ പറഞ്ഞ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനായിരുന്നു. പിന്നെ റിയാസ് സലീം ഉണ്ടായിരുന്നു, ബ്ലസ്ലി ഉണ്ടായിരുന്നു, ജാസ്മിൻ മൂസ ഉണ്ടായിരുന്നു. ആ ഒരു സീസണെ സംബന്ധിച്ച് എല്ലാം മികച്ച ഗെയിമേഴ്സ് ആയിരുന്നു. ഭയങ്കരമായ എന്റർടൈൻമെന്റ് ആയിരുന്നു. പ്രേക്ഷകർ ചേരി തിരിഞ്ഞ് നല്ല രീതിയിൽ ഫൈറ്റും കാര്യങ്ങളും ഒക്കെ, അതിന്റെ ഡിബേറ്റ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച എന്റർടൈൻമെന്റ് സീസണായിട്ട് പലരും കാണുന്നത് സീസൺ 4 ആണ്.
തീർച്ചയായിട്ടും അവിടെ ദിൽഷ ജയിച്ചെന്ന് പറഞ്ഞാൽ റോബിന്റെ വോട്ട് കൊണ്ട് തന്നെയാണ്. റോബിനോട് കിട്ടിയ ഒരു സഹതാപ തരംഗം, റോബിനെ ചതിച്ച് പുറത്താക്കി എന്നുള്ള രീതിയിലുള്ള സഹതാപ തരംഗം അവിടെ ദിൽഷയ്ക്ക് അടിച്ചു. ആ സീസണിൽ ഏറ്റവും മികച്ച ഗെയിമറായിട്ട് നമുക്ക് റോബിനെ കണക്കാക്കാം. റോബിനെ അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് നമുക്ക് റിയാസ് സലീമിനെയും 3ാം സ്ഥാനത്ത് നമുക്ക് ബ്ലെസ്ലിയെയും അതുപോലെ ജാസ്മിൻ മൂസ ഇവരെയൊക്കെ കണക്കാക്കാം. ഇവരുടെയൊക്കെ താഴെയാണ് തീർച്ചയായിട്ടും ദിൽഷ വരുന്നത്. അതുകൊണ്ടാണ് ദിൽഷയ്ക്ക് റാങ്ക് 5 കൊടുത്തത്. ഇനി 6ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സീസൺ 3 മണിക്കുട്ടൻ്റെ സീസണാണ്. കാരണം കിറ്റടിച്ചു പോയ ഒരാള് അയാളെ തിരിച്ചു കൊണ്ടുവന്ന് മോഹൻലാൽ കപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം അതിന് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് മണിക്കുട്ടൻ റാങ്കിങ്ങിൽ 6ാമത് പോയത്. മൊത്തം 7 സീസണാണ് നടന്നത്, 6 പേരാണ്. ഒരു സീസണിൽ നടന്നിട്ടില്ല. ആ സീസണിൽ രജിത് കുമാർ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച ഒരു ഗെയിമറായിരുന്നു. ഏറ്റവും ക്രൂക്കഡായിട്ടുള്ള തന്ത്രശാലിയായിട്ടുള്ള എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുന്നേ എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് അയാളുടേതായ ഒരു ഗെയിം കളിച്ചു. ആ ഗെയിം വിജയിച്ചു. തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അതൊക്കെയെന്ന് പറയുന്നത് അയാളുടെ കഴിവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും മികച്ച കള്ളന്മാർ തന്നെയാണ് ഏറ്റവും മികച്ച ഗെയിമേഴ്സ്, ഏറ്റവും മികച്ച ബിഗ് ബോസ് മെറ്റീരിയൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ജനങ്ങളെ ഇമോഷണലി നമ്മൾ വീഴ്ത്തുക എന്നുള്ളതാണ്. ആ വീഴ്ത്തുന്നത് വിജയിച്ചവരാണ്. ഈ പറഞ്ഞ കപ്പ് കിട്ടാതിരുന്നിട്ട് പോലും തീർച്ചയായിട്ടും റോബിൻ രാധാകൃഷ്ണൻ, അതുപോലെ നമ്മുടെ രജിത് കുമാറൊക്കെ ആ സീസൺ ഉണ്ടായിരുന്നെങ്കിൽ രജിത് കുമാർ കപ്പടിക്കേണ്ട ആളായിരുന്നു. അതുപോലെ റോബിൻ പുറത്തായില്ലായിരുന്നെങ്കിൽ റോബിൻ കപ്പടിക്കേണ്ട ആളായിരുന്നു. ഇതുവരെയുള്ള സീസണിന്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ സീസൺ 8 കടക്കുവാണ്. തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയോടുകൂടി നമുക്ക് അതിനകത്ത് അഗ്നിപരീക്ഷയുണ്ട്, ബിഗ് ബോസ് ഉണ്ട്, ഒരുപാട് പ്രഗത്ഭരായിട്ട് ആൾക്കാർ, രാഹുൽ ഈശ്വർ വരുന്നെന്ന് പറയുന്നു. അങ്ങനെ പല ആൾക്കാരുടെ പേരുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ സീസൺ നമുക്ക് വീക്ഷിക്കാം.